പ്രേതം ഒരു പ്രതികാരം. അന്നൊരു കറുത്തവാവായിരുന്നു. സൂര്യൻ പടിഞ്ഞാറ് ചുവന്ന കുങ്കുമം വിതറി മഞ്ഞ പട്ടുവിരിച്ചു അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കടലിൽ തിരമാലകൾ ഇളകി ആർത്തു വിളിക്കുന്നു. അന്ന് രാത്രിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭയാനക സംഭവങ്ങൾ മുൻകൂട്ടി ഗ്രഹിച്ചു. അനിയന്ത്രിത കോപം കൂറ്റൻ തിരമാലകളിലൂടെ തീരത്തെ പ്രകരിപ്പിക്കുന്നു. രവി പതിവ് പോലെ പുറത്തേക്കിറങ്ങി. സന്ധ്യ കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള പതിവാണ്. സ്നേഹിതന്മാരെ കാണുകയാണ് ആ നേരത്തുള്ള യാത്രക്ക് നിദാനം. സാധാരണ 10 മണിയോടെ തിരിച്ചെത്തും. രാവിലെ മുതൽ ഓഫീസിലുണ്ടാകുന്ന ടെൻഷനുകളും മറ്റു പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാൻ കണ്ടെത്തിയൊരുപായമായിരുന്നു ആ സമയത്തെ സാമൂഹിക ബന്ധങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ഒരന്യരാജ്യത്ത് ബന്ധുമിത്രാദികളില്ലാതിരുന്നപ്പോൾ കണ്ടുമുട്ടിയ സ്നേഹിതന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അന്നത്തേത്. ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് ഓലമേഞ്ഞ ഒരു കൊച്ചു കള്ളുഷാപ്പല്ലാതെ ആ ഭാഗത്തൊന്നും വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ ഇല്ല. അതിനടുത്തായിരുന്നു ഒരു സ്നേഹിതന്റെ വീട്. പുഴയുടെ തീരത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ പോകുമ്പോഴെല്ലാം ആ സ്ഥലമായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. രവിയും മറ്റു രണ്ടുപേരും കൂടി ഒത്തുചേർന്നു അവരുടെ പുതിയകാല ജീവിതത്തെക്കുറി ഇച്ചും അവരൊരുമിച്ചുള്ള പഴയ ജീവിതത്തിലെ താളുകൾ ഓരോന്നും പിന്നിലേക്ക് മറച്ചുകൊണ്ട് ചിരിച്ചുല്ലസിക്കുകയും അന്ന് ചെയ്തിട്ടുള്ള അമളികൾ ഓർത്തു ചിരിച്ചു രസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സമയം പോയതവരറിഞ്ഞില്ല. രവി കുടഞ്ഞെഴുന്നേറ്റിട്ടു പറഞ്ഞു, എനിക്ക് കുറെ പോകാനുള്ളതാണ്, ഇനി ഇരുന്നാൽ ശരിയാവുകയില്ല, മണി 12 കഴിഞ്ഞു. മറ്റുള്ളവരും അത് മനസ്സിലാക്കി എഴുന്നേറ്റു. അവർ എപ്പോൾ കണ്ടുമുട്ടിയാലും സംസാരിച്ചു കഴിയില്ല, കാരണം അവരുടെ ജീവിതം അവിടെ അത്ര രസകരമായിരുന്നു. ഒരു സ്നേഹിതൻ രവിക്ക് നാഷണൽ ഹൈവേ റോഡിലൂടെ അല്ലാതെ പോകുവാൻ പറ്റിയ ഒരു എളുപ്പ വഴി പറഞ്ഞുകൊടുത്തു. പകുതി ദൂരമേ വരുകയുള്ളൂ, വേഗം എത്തുകയും ചെയ്യാം. രവി വേറെയൊന്നും ആലോചിക്കാൻ നിന്നില്ല. തന്റെ കാർ സ്റ്റാർട്ടാക്കി യാത്ര തുടങ്ങി. കുറച്ചു ദൂരം പോയാൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ നിന്നു വലത്തോട്ട് തിരിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും തിരിയണ്ട, നേരെ പോയാൽ മതി. അവസാനം ഒരു 3 കൂടിയ ജംഗ്ഷൻ എത്തും, അതാണ് ഇടതിരുത്തി. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പാലം ഇറങ്ങിയാൽ ഇടത്തോട്ട് പോകണം. അവിടം മുതൽ രവിക്കറിയാമായിരുന്നു. പള്ളിയുടെ വലിയ മിനാറുകൾ ലൈറ്റിൽ അലങ്കരിച്ചിരുന്നു. അമ്മാവാസിയിലും അകലെ നിന്നു തന്നെ ശോഭിച്ചിരുന്നു. രവി സ്നേഹിതൻ പറഞ്ഞതുപ്രകാരം കാർ വലത്തോട്ട് തിരിച്ചു. റോഡ് വിജനമായിരുന്നു. മാത്രമല്ല റോഡിനു ഇരുവശത്തും തെങ്ങിൻതോപ്പുകളല്ലാതെ വീടുകളൊന്നും പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല. റോഡ് കേടുവന്നു കുഴികൾ രൂപാന്തരപ്പെട്ടിരുന്നു. അതുകൊണ്ട് കാർ പതുക്കെ പോകുവാനേ കഴിയുമായിരുന്നുള്ളൂ. വഴിയോര വിളക്കുകളൊന്നും പ്രകാശിച്ചിരുന്നില്ല. കാറിന്റെ ലൈറ്റിൽ രവി പതുക്കെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നു. അമാവാസി രാത്രി പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന ധാരാളം പ്രേതാത്മകളുണ്ട്. അവരുടെ വിഹാര സഞ്ചാരവും കൂടിയുള്ളതാണ് അന്ന്. അവരിലെ ശക്തി ഇരട്ടിയായി മാറും. അത്തരത്തിൽ ഗതി കിട്ടാതെ നടന്നിരുന്ന ഒരു പ്രേത ആത്മാവായിരുന്നു മീനയുടേത്. മീന ശ്മശാനത്തുനിന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു വണ്ടിയുടെ പ്രകാശം കണ്ടു. അത് അടുത്തെത്തുവാൻ കാത്തുനിന്നു. രവിയുടെ കാറിലെ പ്രകാശത്തിൽ അകലെയായി റോഡ് സൈഡിൽ ഒരു സ്ത്രീയുടെ രൂപം നിൽക്കുന്നത് ശ്രദ്ധിച്ചു. ഈ നേരത്ത് അവൾ ആരെയാണ് പ്രതീക്ഷിച്ചു നിൽക്കുന്നതെന്ന് ആലോചിച്ചെടുത്തെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. മനസ്സിന്റെ വികൃതികൾ എന്ന് കരുതി ആശ്വസിച്ചു. രവിയുടെ കാർ അടുത്തെത്തിയപ്പോൾ മീന അതിലേക്ക് പ്രവേശിച്ചു. കാർ ഓടിച്ചു കൊണ്ടിരുന്ന രവിക്ക് എന്തോ ഒരു കുലുക്കം അനുഭവപ്പെട്ടു. റോഡിലെ കുഴിയിൽ വീണതിൻ്റെതാകുമെന്നാണ് ആദ്യം കരുതിയത്. അല്പസമയത്തിനുള്ളിൽ കാറിൽ അവനെ കൂടാതെ ആരോ ഇരിക്കുന്നതായി ശ്വാസഗതിയിൽ നിന്നു മനസ്സിലായി. മാത്രമല്ല ശവനാറി പൂവിന്റെ ഗന്ധവും കാറിനുള്ളിൽ വ്യാപിച്ചു. നിശബ്ദത തളം കെട്ടിയ കാറിനകത്തു വേറെയൊരു ഉപായവും അവനിൽ വന്നില്ല. അവന്റെ മനസ്സ് ഭയത്താൽ അസ്വസ്ഥമായി. ആ ഘോരമായ ഇരുട്ടിൽ രവി ആ പ്രേതാത്മാവിനെയും വഹിച്ചുകൊണ്ട് യാത്ര തുടർന്നു. കോൺവെന്റിന്റെ മുന്നിലുള്ള വഴിയോര വിളക്ക് പ്രകാശിച്ചിരുന്നത് ദൂരെ നിന്നെ കാണാൻ സാധിച്ചു. അവന്റെ മനസ്സിൽ സന്തോഷം നിഴലിച്ചു. മുഖത്ത് പ്രസരിപ്പ് വന്നു. കോൺവെന്റിന് മുന്നിലെത്തിയ രവി കാർ ബ്രേക്ക് ഇട്ടു നിർത്തി. പുറത്തേക്കിറങ്ങി. അവിടെ കിടന്നുറങ്ങിയിരുന്ന പട്ടികൾ എന്തൊക്കെണ്ടു പേടിച്ച പോലെ ഓട്ടി മാറുകയും ഓരി ഇടുകയും ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി പരിശോധിച്ച് ആരുമില്ലാന്ന് ഉറപ്പാക്കി. അതേ സമയത്ത് മീനയുടെ പ്രേതത്തിന് ഇറങ്ങേണ്ട സ്ഥലമായിരുന്നു അത്. റോഡിലേക്ക് നോക്കിയപ്പോൾ പൊടിപ്പടലങ്ങളുടെ ഇടയിലൂടെ ഒരു മനുഷ്യ സ്ത്രീ രൂപം നടന്നകലുന്നത് കണ്ടു. പിന്നാലെ ഓരിയിട്ട് കുറച്ചു പട്ടികളും. രവി വണ്ടിയിൽ കയറി വലത്തോട്ട് തിരിഞ്ഞു ഓടിച്ചുപോയി. കാറിലുണ്ടായിരുന്ന വാസന നിലച്ചിരുന്നത് രവി മനസ്സിലാക്കി. മീനയുടെ പ്രേതം ഇടത്തോട്ട് നടന്നു. അവൾ ഓർത്തു താൻ പഠിച്ചിരുന്ന സ്കൂളാണ് മുന്നിലുള്ളത്. എത്ര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്, കളിയും ചിരിയുമെല്ലാമായിട്ടുള്ള ജീവിതം. അതിനിടയിലാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നും പിന്നാലെ വന്നിരുന്ന അവനെ തികച്ചും അവജ്ഞയോടെ ഒഴിവാക്കിയിരുന്നു. സ്ഥിരം സ്പോർട്സ് ബൈക്കുകളിലും വില കൂടിയ കാറുകളിലും വന്നിരുന്നവന് കൂട്ടുകാരികളുടെ പ്രചോദനവും കൂടിയായപ്പോഴാണ് പ്രതികരിക്കാൻ തുടങ്ങിയത്. പുളിക്കൊമ്പ് ആണെന്ന് മുറുകെ പിടിച്ചോളാൻ അവർ പറഞ്ഞപ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ടു. അവർ തന്നെ ആവേശത്തിലാണ് ആദ്യം ചിരിച്ചു കാണിച്ചത്. അത് മനസ്സിലാക്കിയവൻ ലെറ്ററിലൂടെയും പിന്നെ മൊബൈൽ കൈമാറി അതിലൂടെ പ്രേമം അത്യുന്നതിയിലേക്ക് വളർന്നു പന്തലിക്കാൻ തുടങ്ങി. നിർബന്ധിച്ചപ്പോൾ കാറിൽ കയറി. പിന്നെ സിനിമകളും മാളുകളും കയറിയിറങ്ങി. അതിനിടയിൽ എപ്പോഴോ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് വയറിലുണ്ടായ മാറ്റം ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ തിരിച്ചെത്തി കുളിക്കുന്നതിനിടയിൽ കണ്ണാടിയിൽ വയർ നോക്കി പരിശോധിച്ചപ്പോൾ അവളിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞു. പേടിയോടെ അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെയെന്നു പറഞ്ഞൊഴിഞ്ഞു. മൊബൈൽ ഓഫാക്കി. പിന്നെ അവന്റെ മൊബൈൽ ശബ്ദിച്ചതേയില്ല. എന്തു ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ ഒരു എത്തും പിടിയും കിട്ടാതെ അവൾ കിടന്നു കരഞ്ഞു.
ആസ്വസ്ഥമായ മനസ്സുമായി പൊരുത്തപ്പെടാതെ തളർന്നു കിടക്കുന്നതെറിഞ്ഞ അമ്മ കാര്യം അന്വേഷിച്ചു. ഗത്യന്തരമില്ലാതെ അമ്മയോട് പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴേക്കും താമസിച്ചുപോയിരുന്നു. അമ്മ അവളെയും കൊണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ 5 മാസം ഗർഭിണിയായത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കാര്യം അറിഞ്ഞു അമ്മയും ഞാനും കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ജീവിതം തുലാസിൽ കിടന്നു ആടി. മനസ്സിൽ വേറൊരു ബുദ്ധിയും തെളിഞ്ഞില്ല. സ്കൂളിൽ പോകുന്ന വഴിയിൽ പുഴയിലേക്ക് ചാടി മുങ്ങിത്താഴ്ന്ന മീനയെ രക്ഷിക്കുവാൻ കക്ക വാരിയിരുന്ന ചേട്ടൻ വഞ്ചിയിലെത്താൻ ഒരു വേള താമസിച്ചുപോയി. വർഷങ്ങളായി കാത്തിരുന്ന നാളാണെന്ന്. ഇന്നു നടന്നില്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ വേറൊരാത്മാവ് ഇതുപോലെ അലയേണ്ടിവരും. അവളുടെ കൂർത്ത പല്ലുകൾ ദേഷ്യം കൊണ്ട് പുറത്തേക്ക് വന്നു. നീണ്ടു കൂർത്ത നഖങ്ങൾ അവന്റെ ശരീരം കീറിമുറിക്കുവാനായി വെമ്പിൾ കൊണ്ട്. കണ്ണുകൾ പ്രതികാരദാഹത്താൽ ചുവന്നു തുടിച്ചു. അവളുടെ കാത്തിരിപ്പു വെറുതെയായില്ല. അവൻ വീടിനു പുറത്തേക്ക് ഇറങ്ങി ബൈക്കുമെടുത്ത് സ്റ്റാർട്ട് ആക്കിയപ്പോൾ ബാക്കിൽ മീന കയറിയിരുന്നു. അവന് ഒരു തരം ഗന്ധം അനുഭവപ്പെട്ടു. ആരോ ബാക്കിൽ ഇരിക്കുന്നത് തോന്നിച്ചെങ്കിലും സാരമാക്കിയില്ല. മീന ഓർത്തു എത്രയോ പ്രാവശ്യം ഈ ബൈക്കിന്റെ പിന്നിൽ കെട്ടിപ്പിടിച്ചിരുന്നു പോയിരിക്കുന്നു. അവൻ ചതിയനാണെന്നു അറിഞ്ഞിരുന്നില്ല. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതികാരദാഹിയായ മീന അവളുടെ കൂർത്ത പല്ലുകൾ അവന്റെ കഴുത്തിലേക്ക് ആഴ്ന്നു ഇറക്കാൻ തുടങ്ങി. കഴുത്തിൽ എന്തോ തണുപ്പും ചെറിയ വേദനയും തോന്നിയതെറിഞ്ഞ അവൻ ഒരു കൈകൊണ്ട് തൊട്ടപ്പോൾ ചോരയാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും മീന അവന്റെ ചോര വലിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അവൻ തളർന്നു ബൈക്ക് റോഡിലേക്ക് തെന്നിമാറിയതോടെ സ്പീഡിൽ വന്നിരുന്ന ട്രെയിലിന്റെ മുന്നിൽ വീണു ചതഞ്ഞിരഞ്ഞു. പ്രതികാരം വീട്ടിയ സന്തോഷത്തിൽ മീന ആർത്തട്ടഹസിച്ചു. അപകടത്തിന്റെ ശബ്ദത്തിൽ അത് ആരും തിരിച്ചറിഞ്ഞില്ല. മീനയുടെ ഭൂമിയിലെ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് സ്വർഗവാസത്തിനായി വീണ്ടും അടുത്തുള്ള ശ്മശാനത്തിലൊളിച്ചു. പോലീസ് എത്തി ശവശരീരം പെറുക്കിക്കൂട്ടി ആംബുലൻസിലാക്കി ആശുപത്രിയിലേക്ക് അയച്ചു. വണ്ടികൾ വീണ്ടും ഓയിട്ടി തുടങ്ങി, സാധാരണ പോലെ. നേരം വെളുത്തു. പിശാചുക്കൾ ശ്മശാനങ്ങളിലേക്കും യക്ഷികൾ പാലമരങ്ങളിലേക്കും ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിലേക്കും ഒഴുകാൻ തുടങ്ങി. രവി എന്നത്തെയും പോലെ രാവിലെ കേബിൾ ടി.വി വാർത്ത വെച്ചു. എടമുട്ടത്തു ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. വാർത്ത ഓഫ് ചെയ്ത് സ്വയം പറയുന്നു, എന്നും ബൈക്ക് അപകടം. ഓഫീസിലേക്ക് പോകാൻ രവി പുറത്തേക്ക് വരുന്നു, കൂടെ ഭാര്യയും. ഭാര്യ, സൂക്ഷിച്ചു പോകണേ രവി, നിന്റെ ഒരു കാര്യം. ഇതെന്നുമുള്ള ഡയലോഗ് അല്ലേ? 2 പേരും ചിരിക്കുന്നു. എസ് കെ വിദാക്കൻ എഴുതിയ കഥ.